അവിടെ ഫുഡ് കഴിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ടായിരുന്നു. അവിടെ കുറെ ആൾക്കാരുണ്ട്. സിഖുകാരുടെ ഫെസ്റ്റിവൽ ആയിരുന്നു അവിടെ. നല്ലത്. എന്തായാലും നമുക്ക് പോരുന്ന വഴിക്ക് കാണാലോ അതൊക്കെ. അതെ അതെ. പക്ഷെ റൂം റെന്റും അങ്ങനെ കണ്ടമാനം വലുതൊന്നും അല്ലേ? ആവറേജേ ഉള്ളൂ. നമ്മൾ പ്രീ ബുക്കിംഗ് ചെയ്തില്ല. നമ്മൾ അവിടെ ചെന്നിട്ടാണ് എടുത്തത്. ഹോസ്പിറ്റലുണ്ട്, ബാങ്ക് ഉണ്ട്, സർവമാന സെറ്റും സൗകര്യങ്ങളും ഉണ്ട്. ഷിംലയിലേക്ക് പോകുന്ന ഒരു ചെറിയൊരു ഡെസ്റ്റിനേഷൻ പോലെയാണ് ശരിക്കും കൽക്കുള്ളത്. ടോയ് ട്രെയിൻ പിടിക്കാൻ വേണ്ടിയിട്ട്. ടോയ് ട്രെയിൻ വഴി പോകുമ്പോൾ നമുക്ക് കുറെ വ്യൂസ് ഒക്കെ ഉണ്ടല്ലോ, കാഴ്ചകളുണ്ടല്ലോ. നമ്മൾ പോയത് വേനൽക്കാലത്താണ്, ഏപ്രില്. അപ്പൊ ആ സമയത്ത് മഞ്ഞൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവർ പറഞ്ഞ കേൾക്കുമായിരുന്നു നല്ല മഞ്ഞ് പൊതിഞ്ഞ് കിടക്കും ഈ ടോയ് ട്രെയിനിൽ പോകാൻ. അതാണ് ശരിക്കും നല്ലൊരു ഫീല്. കൽക്ക നല്ലൊരു വെറൈറ്റി നെയിം അല്ലേ? അല്ലടാ, കൽക്കിന്ന് അത് അവസാന ഇതാ. പക്ഷെ നമുക്ക് ഈ കാളി മാത എന്ന പേരിൽ നിന്നാണ് ഈ കൽക്ക എന്ന പേരുണ്ടായത് കേട്ടോ. ഓ അത് ശരി. അതെ, നമ്മൾ ആ പോയ വഴിക്ക് ആ ഫെസ്റ്റിവലിലേക്ക് ടൗൺ മുഴുവനും ലൈറ്റ് പോയി നിർത്തിയേക്കാം. നല്ല രസമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളി. നമ്മൾ ഇവിടെ ഒരു പള്ളിപ്പെരുന്നാളൊക്കെ സജ്ജീകരിക്കുന്നുണ്ട് അല്ലേ? അതെ അതെ. പക്ഷെ എന്താ വലിയ ഫെസ്റ്റിവൽ ആയിരുന്നു, നമ്മളത് കാണുന്നുണ്ട്. നമ്മളൊക്കെ പോയി നമ്മൾ ഷൂട്ടൊക്കെ ചെയ്തിട്ടാ പോകുന്നത്. അങ്ങനെ നമ്മള് ആ ഫെസ്റ്റിവലിന്റെ സ്ഥലത്തേക്ക് പോകുക. നോക്കിക്കടാ, അവിടെ ഒരു ടെമ്പിൾ ഉണ്ട്. കൂടാതെ ഈ സിഖുകാരുടെ ഒരു പരിപാടിയാണ്, സിഖുകാരുടെ ഫെസ്റ്റിവലാണ്. കല്യാണത്തിനൊക്കെ സെറ്റ് ചെയ്യുന്നവരില് വലിയ അടിപൊളിയാണ്. അത് നല്ല അടിപൊളി ഫെസ്റ്റിവൽ. കാരണം അവിടെ ചെന്ന് ഫുഡൊക്കെ നമുക്ക് കിട്ടുന്നത്. അത് ഓൾമോസ്റ്റ് സിഖുകാരുടെ എല്ലാ ഗുരുദ്വാരമാണെങ്കിലും എല്ലാ ഫെസ്റ്റിവലിലാണെങ്കിലും ഫുഡൊക്കെ കൊടുക്കുന്നത് അവർക്ക് ഒരു ഭയങ്കര കൾച്ചറിന്റെ ഭാഗമാണ് അത്. ഇത് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നടന്നിട്ട് നമുക്ക് മനസ്സിലായി. കുറെ ഉള്ളിൽ വന്നിട്ട് നമുക്ക് ഒന്നും മനസ്സിലായി ഫസ്റ്റ് എന്താണ് സംഭവം. പക്ഷെ ദൂരെ ആ പ്രാർത്ഥനകളൊക്കെ കേൾക്കായിരുന്നു. ആ രണ്ട് സ്ഥലത്തൊക്കെ ആയിട്ട് എന്തോ സെറ്റ് ചെയ്ത് ഭയങ്കര വലിയൊരു സ്റ്റേജ് ഒക്കെ ഇട്ട് അല്ലെ, എന്തോരം പേരായിരുന്നു അല്ലെ? കുറെ ആൾക്കാരുണ്ടായിരുന്നു. നമ്മൾ പോകുന്ന വഴിക്ക് നമുക്ക് ഇതൊരു അനുഭവമായിരുന്നു അല്ലെ? നല്ലൊരു ഫെസ്റ്റിവൽ സീസണിൽ ചെന്ന പോലെ ഒരു ഫീലിംഗ്. അതെ, അതുണ്ടോ? നമ്മൾ കയറി ചെന്നിട്ട് നമുക്ക് ആ ഉള്ളിലൂടെ പ്രാർത്ഥനയൊക്കെ കാണാം കേട്ടോ.